നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സുപ്രധാനമായ എന്നാൽ നമ്മുടെ ഭരണാധികാരികൾ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. രാജ്യത്തെ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലകൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ, പ്രത്യേകിച്ച് അഹോരാത്രം അധ്വാനിക്കുന്ന ബസ് ബോഡി ബിൽഡിംഗ് രംഗത്തെ തൊഴിലാളികളുടെയും ഉടമകളുടെയും ജീവൻ മരണ പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ മാർച്ചിൽ ബസ് ബോഡി ബിൽഡിംഗ് മേഖലയിലുള്ള ഒരു കൂട്ടം പ്രതിനിധികൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിട്ട് കണ്ടിരുന്നു. തങ്ങൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധികളും തകർച്ചയുടെ അരികിലെത്തി നിൽക്കുന്ന ബിസിനസ് സാഹചര്യങ്ങളും അവർ രാഹുലിന് മുന്നിൽ അക്കമിട്ട് നിരത്തി. തങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അന്ന് അവരുടെ സങ്കടങ്ങൾ മുഴുവൻ കേട്ട ശേഷം രാഹുൽ ഗാന്ധി ഒരു വാക്ക് നൽകിയിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളുടെ ഫാക്ടറി നേരിട്ട് സന്ദർശിക്കാം എന്ന്. അന്ന് നൽകിയ ആ വാക്ക് വെറും രാഷ്ട്രീയ വാഗ്ദാനമായിരുന്നില്ല എന്ന് തെളിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ അവരുടെ ഫാക്ടറിയിൽ നേരിട്ടെത്തിയിരിക്കുകയാണ്. അന്ന് അവർ ഡൽഹിയിൽ വന്നപ്പോൾ രാഹുലും പ്രിയങ്കയും അവരെയും കൂട്ടി നേരെ പോയത് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അടുത്തേക്കായിരുന്നു. ലൈസൻസ് ഫീ കുറയ്ക്കാമെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാമെന്നും ഗഡ്കരി അന്ന് അവർക്ക് ഉറപ്പു നൽകി. എന്നാൽ പതിവ് പോലെ മോദി സർക്കാരിന്റെ വാക്കുകൾ വെറും ജലരേഖയായി മാത്രം അവശേഷിച്ചു. ആ വാഗ്ദാനങ്ങൾ രാജ്യത്തെ എല്ലാവരുടെയും പോക്കറ്റിൽ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചതുപോലെ തന്നെയായി. ഇതുവരെ ഒരു ചെറിയ നടപടി പോലും ഉണ്ടായിട്ടില്ല. അധികാരികളുടെ പൊള്ളയായ വാഗ്ദാനങ്ങൾക്കിടയിൽ സ്വന്തം കഴിവുകൊണ്ട് മാത്രം ജീവിക്കാൻ പോരാടുന്ന ഈ മനുഷ്യരുടെ അടുത്തേക്ക് രാഹുൽ ഗാന്ധി നേരിട്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വരൂ, നമുക്ക് ആ ഫാക്ടറി സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവർ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരണമെന്ന്, ഇല്ലെങ്കിൽ ഇത് ഓടിക്കാൻ അനുവദിക്കില്ലെന്ന്. എനിക്ക് നിങ്ങളുടെ യൂണിറ്റ് നേരിൽ വന്ന് കാണാൻ സാധിക്കുമോ? തീർച്ചയായും സാർ. ഇതാണല്ലേ ചേസിസ്? അതെ, ഇതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിന്റെ താഴെയുള്ള ഫ്രെയിമിലാണ് എഞ്ചിൻ, ആക്സിൽ, ടയറുകൾ എന്നിവയെല്ലാം വരുന്നത്. ഈ കാണുന്ന വയറിംഗ് ഇല്ലേ, ഇത് പണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വയറിംഗ് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും വണ്ടികൾക്ക് തീ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വയറിംഗ് ആണോ പ്രശ്നം? അല്ലേ? അതെ, വയറിംഗ് ആണ് പ്രശ്നം. ഈ വയറിംഗ് ആണ് പ്രശ്നം. ഇത് ചേസിസുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ ക്വാളിറ്റി വളരെ മോശമാണല്ലോ. ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ശരിക്കും എഞ്ചിൻ വയറിംഗ് അപ്പുറത്താണ്. പ്രധാന കാരണം അതാണ്. എങ്കിലും ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയുള്ള സ്വിച്ചുകൾ പോലും ഉയർന്ന ക്വാളിറ്റിയിലുള്ളതല്ല. മറ്റൊന്ന്, ഇതാണ് പ്രധാന കാരണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് യൂറിയ ഉപയോഗിക്കുന്നതാണ്. യൂറിയ വഴി വണ്ടി മലിനീകരണമെല്ലാം നീരാവിയാക്കി മാറ്റിയാണ് പുറന്തള്ളുന്നത്. എന്നാൽ ഈ ഭാഗം ചില സമയങ്ങളിൽ 500 മുതൽ 600 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാകാറുണ്ട്. അത് കാരണം ഇത് പൊട്ടിത്തെറിക്കുകയും തീ പിടിക്കുകയും ചെയ്യുന്നു. ഇതും ചേസിസിന്റെ ഭാഗം തന്നെയാണ്. ഞങ്ങൾ നിർമ്മിക്കുന്നത് ബോഡിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് വണ്ടിക്ക് തീ പിടിക്കുന്നതുമായി നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് അല്ലേ? ലോക്കൽ ബോഡി ബസ് ബിൽഡർ വണ്ടി ഉണ്ടാക്കി, അതിന് തീ പിടിച്ചു, അതിൽ ആളുകളുടെ ജീവൻ പോയി. അതിന്റെ കുറ്റം വരുന്നത് ഞങ്ങളുടെ തലയിലാണ്. അതാണ് പ്രധാന പ്രശ്നം. ഈ ചുറ്റികയൊക്കെ വെച്ചാണ് ഇവർ ബസ് ബോഡി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു അപകടമുണ്ടായി. 50 പേർ കരിഞ്ഞു മരിച്ചു. ഇങ്ങനെ 5-6 അപകടങ്ങൾ നടന്നു. 300 പേർ മരിച്ചു. ഇപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വണ്ടിക്ക് തീ പിടിച്ചാൽ മുകളിൽ AC വെക്കുന്ന അതിലെ കൂടി ആൾക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എമർജൻസി എക്സിറ്റ് പോലും ഇല്ല. ചുറ്റിക കൊണ്ട് ബസ് ബോഡി ഉണ്ടാക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, പാവപ്പെട്ട ആളുകളാണ്, അവർക്ക് ജോലി ലഭിക്കണം. നിതിൻ ഗഡ്കരി പറയുന്നത് ഫയർ എക്സിറ്റ് ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെയാണ്. സാർ, ഇത് പൂർത്തിയായ ഒരു ബസ്സാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി പണി പൂർണ്ണമായും പൂർത്തിയായ ബസ്. ഞങ്ങൾ ഗഡ്കരിയുമായി സംസാരിച്ചിരുന്നു. ഗഡ്കരി അവരോട് പറഞ്ഞു, നിങ്ങളുടെ ബസ്സുകൾക്ക് തീ പിടിക്കുന്നു, ആളുകൾ മരിക്കുന്നു എന്ന്. തീപിടുത്തം വലിയ കമ്പനികൾ നിർമ്മിച്ച ബസ്സുകളിലും ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങളാണോ ഉണ്ടാക്കുന്നത്? ഈ ക്വാളിറ്റി ഒന്ന് നോക്കൂ സാർ. ഇനി നിങ്ങൾ പറയൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ വെൽഡിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ?
അതെ, വെൽഡിംഗ്, കട്ടിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെറുകിട ഇടത്തരം ബിൽഡർമാരാണ് ബസ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ അവർ ഇവരെ ഇല്ലാതാക്കുകയാണ്. ഈ കാണുന്ന സ്ട്രക്ചറിന് മുകളിലാണ് ഇത്തരത്തിലുള്ള മെറ്റൽ ഷീറ്റുകൾ പിടിപ്പിക്കുന്നത്. ഇത് മുഴുവൻ വെൽഡ് ചെയ്തതാണോ? അതെ, ഇത് മുഴുവൻ വെൽഡ് ചെയ്തതാണ്. ലോകത്ത് മറ്റെവിടെയെങ്കിലും ബസ്സുകൾ ഇതുപോലെ നിർമ്മിക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഇന്ത്യയിൽ മാത്രമാണോ? അതെ, ഇന്ത്യയിൽ തന്നെ ലോക്കൽ ബിൽഡർമാരായ നമ്മൾ മാത്രമാണ്. ഞങ്ങൾ ആഫ്രിക്കയിലേക്കും ബസ്സുകൾ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശങ്ങളിൽ നിർമ്മിക്കുന്ന ബസ്സുകൾ, ഉദാഹരണത്തിന് വോൾവോ ഒക്കെ ഉണ്ടാക്കുന്നത്, അത് മുഴുവനായും ഫാക്ടറിയിലാണ് നിർമ്മിക്കുന്നത് അല്ലേ? അതെ, പൂർണ്ണമായും ഫാക്ടറിയിലാണ്. അവിടെ മാനുവൽ ലേബർ കുറവാണ്, കൂടുതൽ ഓട്ടോമേറ്റഡ് ആണ്. ഇതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന എമർജൻസി എക്സിറ്റ്. ഇതിനെക്കുറിച്ചാണോ ഗഡ്കരി സംസാരിച്ചത്? അതെ, ഇതിനെക്കുറിച്ച് തന്നെ. ഇപ്പോൾ അവർ പറഞ്ഞു പുറകിൽ ഒന്ന് മാത്രം പോരാ എന്ന്. അതുകൊണ്ട് നമ്മൾ 3 എണ്ണം നൽകിയിട്ടുണ്ട്. ഒന്നിവിടെ, മറ്റൊന്ന് അപ്പുറത്ത്, 2 എണ്ണം ഇവിടെ, 1 പുറകിൽ. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സ്കെയിൽ ചെയ്യാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് കുറവുള്ളത്? ഫൈനാൻസ് ആണോ? ഇത് പൂർണ്ണമായും പണത്തിന്റെ പ്രശ്നം കൊണ്ടാണോ? അത് ഫൈനാൻസിന്റെ പ്രശ്നവുമാണ്. അതിലുപരി വലിയ കമ്പനികൾക്കാണ് എപ്പോഴും പിന്തുണ ലഭിക്കുന്നത്. ഗവൺമെന്റ് ടെൻഡറുകൾ ആർക്കാണ് നൽകുക? വലിയ കമ്പനികൾക്ക് നൽകും. വോൾവോയെ ഗഡ്കരി അത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത്രയും പ്രൊമോഷൻ ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വോൾവോ ആകുമായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് വോൾവോ ആകേണ്ട സാർ, ഞങ്ങൾക്ക് ഇന്ത്യൻ മെയ്ഡ് ആകണം. ഇതിപ്പോൾ ഈ കാണുന്നത് പോലെ ഇത് ചുറ്റിക കൊണ്ട് അടിച്ചടിച്ച് ഷെയ്പ്പ് ചെയ്ത് എടുത്തതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചുറ്റികയടികൾ കൊണ്ടാണ് ഇതിനെ ഈ രൂപത്തിലാക്കിയത്. ഇത് പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ചതാണ്. വലിയ കമ്പനികൾ ഫൈബറാണ് ഉപയോഗിക്കുന്നത്. എവിടെയെങ്കിലും ഇടിച്ചാൽ അത് പൊട്ടിപ്പോകും. ഇതിനെ നിങ്ങൾക്ക് എന്തും ചെയ്തു നോക്കാം, ഒന്നും സംഭവിക്കില്ല. കൈകൊണ്ട് ഷെയ്പ്പ് ചെയ്തെടുത്തതാണ് അല്ലേ? ഇത് കൈകൊണ്ട് വളച്ചതാണ്, ഇതും കൈകൊണ്ട് വളച്ചതാണ്. കുറച്ചുകൂടി നല്ലൊരു കർവ് ദാ ഇവിടെയുണ്ട്. അതായത് ഇത്രയും ചെറിയൊരു ഭാഗത്തിന് വേണ്ടി 100 200 തവണ ചുറ്റിക കൊണ്ട് അടിച്ചിട്ടുണ്ടാകും. അങ്ങനെ അടിച്ചുണ്ടാക്കിയതാണ് ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചുറ്റിക ബ്രാൻഡ് എന്നൊരു പേര് വീണത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഞാൻ ഫെരാരി നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ പോയിട്ടുണ്ട്. അവർ പോലും ഇതുപോലെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സാർ, റോൾസ് റോയ്സും അങ്ങനെ തന്നെയാണ്. വലിയ ആഡംബര കാറുകളെല്ലാം ഇതുപോലെയാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കില്ലാണല്ലോ. കൈകൊണ്ട് നിർമ്മിക്കുന്നത് ലക്ഷറിയുടെ അടയാളമാണ്, അല്ലാതെ വില കുറഞ്ഞ ഉൽപ്പന്നത്തിന്റെ അല്ല. ഫീസ് ഒന്നല്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാക്കുമെന്ന് നിതിൻ സാർ പറഞ്ഞിരുന്നു. അതിന്മേൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലൈസൻസ് നൽകുന്ന കമ്പനികളിൽ നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല എന്ന്. അതിനൊരു കത്ത് എഴുതിത്താ സഹോദര, എന്റേതായിട്ട് എഴുതിത്തരാം. ഇതിൽ എമർജൻസി എക്സിറ്റ് ഏതാണ്? ഈ കാണുന്നതാണോ? അത് ആ അവസാനത്തേതാണ്. ഇതെല്ലാം എക്സിറ്റ് ആണ്. മറ്റ് രാജ്യങ്ങളിൽ ട്രക്ക് നിർമ്മിക്കുന്നവർ തന്നെയാണ് ചേസസും നിർമ്മിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതൊരു വലിയ നിക്ഷേപമാണ്. അതായത് ഇന്ന് നിങ്ങൾ വോൾവോ നോക്കൂ, അതൊരു അന്താരാഷ്ട്ര കമ്പനിയാണ്. സ്വീഡനിൽ നിന്നുള്ളതാണ്, ഇന്ത്യൻ കമ്പനിയല്ല. അവരുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നിക്ഷേപം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അത് ചെയ്യാം. ലോക്കൽ ബസ് ബോഡി ബിൽഡർമാർ ഇല്ലാതായാൽ അത് എല്ലാവരെയും ബാധിക്കാൻ പോവുകയാണ്. കാരണം ബസ്സുകളുടെ സപ്ലൈ നിൽക്കും. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. എത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായാലും. നാദ്വാരയിലും ഉദയ്പൂരിലും മാത്രമായി നമ്മൾ വർഷത്തിൽ 1200 ബസ്സുകൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു ഫാക്ടറിക്കും അത് ചെയ്യാൻ കഴിയില്ല. ഇത് നാദ്വാരയുടെയും ഉദയ്പൂരിന്റെയും മാത്രം കാര്യമാണ്. ശരി, വളരെ സന്തോഷം. നന്ദി സാർ, വളരെ സന്തോഷം.